സമരം കൂടുതൽ ശക്തമാകുന്നു. കോതമംഗലത്ത് പോലീസ് നടപടിയോടുകൂടി ആ സമരം കുറച്ചുകൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് നേതാക്കൾ. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, മുതിർന്ന നേതാക്കൾ സമരപ്പന്തലിൽ തുടരുകയാണ്. സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ രമേശ് ചെന്നിത്തല ഇന്ന് കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയ ഇന്ദിരയുടെ വീട് സന്ദർശിക്കുക ചെയ്യാൻ മാത്രം പദ്ധതിയിട്ട് വന്നതാണ്. അവിടെ എത്തിയ ശേഷം സമരപ്പന്തലിൽ എത്തുമ്പോഴേക്കും അവിടെ അറസ്റ്റ് നടപടി നടക്കുന്നു. തുടർന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ കുത്തിയിരുന്ന് ഇപ്പോൾ ആ സമരം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ തന്നെ കോൺഗ്രസിന്റെ. ഒപ്പം തിരുവനന്തപുരത്തും തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നു. അവിടെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് തിരുവനന്തപുരത്ത്. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് ഉച്ചയ്ക്കത്തെ സാഹചര്യം നമ്മൾ കണ്ടതാണ്. പോലീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. സ്വാഭാവികമായി ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി തന്നെ കേസെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ അറസ്റ്റ് നടപടി അത് പ്രത്യേകിച്ച് MLA ഒപ്പം DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസ് മുമ്പ് പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് പ്രവർത്തകരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ യാത്രയ്ക്കിടയിലുള്ള കരിങ്കുടി പ്രതിഷേധത്തിന്റെ സമയത്തൊക്കെ അദ്ദേഹം എടുത്ത നിലപാടുകൾ നമുക്ക് കണ്ടതാണ്. പലപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വലിയ വിവാദമാവുകയും അധിക്ഷേപങ്ങൾ അതിരുകടന്നുവെന്ന വിമർശനം ഉയരുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ CPMന്റെ കണ്ണിലെ ഒരു കരട് തന്നെയായിരുന്നു DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. അതുകൊണ്ടാണോ ഈ അറസ്റ്റിന് ശേഷവും അദ്ദേഹത്തിനെ എവിടേക്ക് കൊണ്ടുപോയെന്ന അടക്കമുള്ള വിവരങ്ങൾ പങ്കുവെക്കാതെ തുടരുന്നത്? ഗോകുൽ, ഉറപ്പായും CPMന്റെ കണ്ണിലെ ഒരു കരട് തന്നെയായിരുന്നു മുഹമ്മദ് ഷിയാസ്. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും അത് നമ്മൾ ചർച്ച ചെയ്തതാണ്, നമുക്ക് മുൻപിൽ ഉണ്ടായിരുന്നതാണ്. ഈ നേരത്തെ രാഹുലിന്റെ അറസ്റ്റ് നടന്ന ഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണോ രാഹുലിനെ കുറിച്ച് ചർച്ച ചെയ്തത്, അതേപോലെ തന്നെയാണ് മുഹമ്മദ് ഷിയാസിന്റെ കാര്യത്തിലും ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ നടക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രമേൽ നിലപാടുകൾ CPMനെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ പലതരത്തിലുള്ള സംവിധാനങ്ങൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടു സംഘടനയെ എത്ര തലത്തിൽ ചലിപ്പിക്കാൻ പറ്റും അതെല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ പാലാരിവട്ടത്തെ സമരവും അതോടൊപ്പം തന്നെ ഇന്ന് ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഏറ്റവും ശക്തമായ എറണാകുളത്ത് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എൽദോസ് കുന്നപ്പള്ളി, താങ്കൾ ആ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി? എന്താണ് അവിടെ സംഭവിച്ചത് രാത്രിയിൽ? അല്ല, ഇവിടെ 6 മണി മുതൽ ഞങ്ങൾ ഉപവാസമരം ആരംഭിച്ചു. ഏകദേശം 9 മണിയായപ്പോൾ 9 ആയപ്പോൾ രമേശ് ചെന്നിത്തല വന്നു. രമേശ് ചെന്നിത്തല വന്ന് ഈ സമരം ഉദ്ഘാടനം നടത്തി. 10 മണി കഴിഞ്ഞ് 11 മണിയായപ്പോഴേക്കും DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറി. ഹോട്ടലിൽ കയറിയപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് ബലമായിട്ട് പോലീസ് തൂക്കിയെടുത്ത് DC പ്രസിഡന്റ് വണ്ടിയിൽ കയറ്റിയിട്ടു. അവരെ വണ്ടിയിൽ കയറ്റി എറിഞ്ഞു. അത് കണ്ട് നമ്മുടെ ആൾ പ്രതിഷേധിച്ചു. അപ്പോൾ വണ്ടി എടുത്ത് പോയി. ഇതുവരെ മുഹമ്മദ് ഷിയാസ് എവിടെയാണെന്ന് അറിയില്ല. ഇതുവരെ ഏത് സ്റ്റേഷനിലാണെന്ന് അറിയില്ല. 1 മണിക്കൂറിലധികം സമയമായി അറിയില്ല. ഉടൻ തന്നെ പിന്നീടുണ്ടായ സംഭവം എന്ന് പറയുന്ന ഒരു 10-200ഓളം പോലീസുകാര് പല വണ്ടികളായി ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഈ സമര പന്തലിൽ വരെ കയറി എല്ലാ ആളുകളും തല്ലി. എല്ലാവരും എതിർകൂടി ഗുരുതരമായി പരിക്ക് പലർക്കും ഏറ്റു. ആശുപത്രിയിലെ ആളുകളുണ്ട്, പലരും വീട്ടിൽ പോലുണ്ട്. ആ സമയത്ത് ശ്രീ മാത്യു കുഴൽനാടൻ MLA കൂടി അവർ അറസ്റ്റ് ചെയ്തു. മാത്യു കുഴൽനാടൻ MLA മാത്രം ഒരു വണ്ടി കയറ്റി അവർ കൊണ്ടുപോയി. ഇപ്പൊ അവര് മെഡിക്കൽ എടുത്ത് സ്റ്റേഷൻ നിർത്തിയിരിക്കുകയാണ്. ഇതറിഞ്ഞ് രമേശ് ചെന്നിത്തല ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഒത്തിരി പോലീസുകൾ കൂടിയിരിക്കുന്നു. പോലീസുകൾ ഇവിടെ വിട്ടുപോകുന്നില്ല. അതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ. കുന്നപ്പള്ളി, നിങ്ങൾക്ക് ഉൾപ്പെടെ കുന്നപ്പള്ളിക്ക് ഉൾപ്പെടെ എതിരെ ഡീൻ കുര്യാക്കോസിനെതിരെ ഒക്കെ FIRകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും മാത്രം കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് പിന്നിൽ അതൊരു നിഷ്കളങ്കമായ നടപടിയായി അല്ലെങ്കിൽ സ്വാഭാവികമായ നടപടിയായി നിങ്ങൾ കരുതുന്നുണ്ടോ? DCC പ്രസിഡന്റിനെ ഇവിടെ ഇരുന്ന് അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. DCC പ്രസിഡന്റിനെ ഇവിടെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഒരു സ്റ്റേഷനിലും എത്തിയിട്ടില്ല. 1 മണിക്കൂറിലേറെ സമയമായി അദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് പോലീസ്, ഞങ്ങൾ അറിയുന്നത് പോലീസ് മനഃപൂർവ്വം കൊണ്ട് ഉപദ്രവിക്കുന്ന ഭാഗമായിട്ട് അദ്ദേഹത്തെ കറക്കിക്കൊണ്ട് നടക്കുകയാണ്. ആർക്കും അറിയില്ല. ഈ കേരളത്തിലെ ചരിത്രത്തിൽ ഇവിടെ ഒരു മനുഷ്യനും അറിയില്ല എവിടെയാണ് DCC പ്രസിഡന്റ് അറിയില്ല. മാത്യു കുഴൽനാടൻ അതിനുശേഷം വന്നപ്പോൾ മാത്യു കുഴൽനാടനോട് ഇവിടെ മറ്റുള്ള കുട്ടികളെ അറസ്റ്റ് ചെയ്ത് തടഞ്ഞപ്പോൾ എങ്കിൽ താങ്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടനെ അറസ്റ്റ് ചെയ്യുകയും ഞാൻ സമരപ്പന്തലിൽ തുടരുകയും ചെയ്യാണ്. മാത്യു കുഴൽനാടൻ ഇപ്പൊ കോതമംഗലം പോലീസ് സ്റ്റേഷനിലുണ്ട്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. പക്ഷെ മുഹമ്മദ് ഷിയാസ് എവിടെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ശരി, എൽദോസ് കുന്നപ്പള്ളി MLA ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് അസാധാരണമായ ഒരു നടപടിയാണ് ഉണ്ടായത്. സമാധാനപരമായ അവിടെ ഉപവാസ സമരം നടക്കുന്നതിനിടയിലാണ് പോലീസിന്റെ നടപടി ഉണ്ടായെന്ന് വരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് AB ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് പ്രതിഷേധ മാർച്ച് അതൊരു സംഘർഷത്തിലേക്ക് വഴിമാറുന്നു എന്നതാണ് അവിടെ നിന്നുള്ള സാഹചര്യം.
ജയശങ്കർ, എന്താണ് സംഭവിക്കുന്നത്? പ്രതിഷേധം എവിടേക്കായിരുന്നു? ഇപ്പോൾ എവിടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള തർക്കം? കോതമംഗലത്തെ പോലീസ് നടപടി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും ഒപ്പം മാത്യു കുഴൽനാടൻ MLA കസ്റ്റഡി എടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. ജയശങ്കർ, എവിടെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്? പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു തർക്കത്തിലേക്ക് പോയത് ഏത് സാഹചര്യത്തിലാണ്? വലിയ തോതിലുള്ള പ്രതിഷേധമാണ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ റോഡിന് നടുവിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നാലെ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. ഇതിനു പിന്നാലെ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ച സർക്കാർ അനുകൂല ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തോതിലുള്ള വാക്കുതർക്കമുണ്ടായത്. രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ആളുകളും പോലീസും തമ്മിലാണ് ഉന്തും തള്ളും എല്ലാം ഉണ്ടായത്. ഇതിനിടയിൽ ചില മുതിർന്ന നേതാക്കൾ പ്രവർത്തകരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമമെല്ലാം നടത്തി, പക്ഷേ വിഫലമായി. എന്തായാലും തലസ്ഥാനത്ത് വലിയ തോതിൽ സർക്കാർ അനുകൂല ഇടത് അനുകൂല ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയൊരു സംഘർഷാവസ്ഥയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ളത്. രാഹുൽ മാങ്കൂട്ടം, ജബി മേത്തർ, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം. വലിയ തോതിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെയുണ്ട്. കൂടുതൽ പോലീസ് സന്നാഹം ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ചെറിയ സംഘർഷാവസ്ഥ സ്ഥലത്തുണ്ട്. എന്തായാലും എറണാകുളത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരുമെന്നാണ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ്, KSU ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പറയുന്നത്. ഇവിടെ കൂടുതൽ യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണുള്ളത്. അനിശ്ചിതകാല നിരാഹാരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നു. ഇതിന്റെ ഭാഗമായി എത്തിയവരാണ് ഇവരാണ് പൊടുന്നനെ MG റോഡിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഇതിന് പിന്നാലെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടാകുന്നു. ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്കുനേർ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. മുതിർന്ന നേതാക്കളെല്ലാം കോൺഗ്രസിൽ ഇങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ യുവാക്കളാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ തടഞ്ഞു നിർത്തുക എന്നത് വലിയ ശ്രമമാണ് നേതാക്കളെ സംബന്ധിച്ച്. രാഹുൽ മാങ്കൂട്ടം, അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. പക്ഷേ പ്രവർത്തകർ പ്രകോപിതരാണ്. തങ്ങളുടെ നേതാക്കളെ എറണാകുളത്ത് അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗോകുൽ വലിയൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. വലിയ തോതിൽ ഫ്ലക്സ് ബോർഡുകൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം ഇങ്ങോട്ട് വരുന്നു. എന്തായാലും സംഘർഷാവസ്ഥയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഈ പാതിരാത്രിയിലും എറണാകുളം വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിലവിൽ കൂടുതൽ പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുണ്ട്. കൂടുതലും KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ സ്ഥിതി കുറച്ച് ശാന്തമായിട്ടുണ്ട്. പ്രവർത്തകർ വീണ്ടും റോഡിലേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. യൂത്ത് കോൺഗ്രസിലെ തന്നെ ചില മുതിർന്ന നേതാക്കൾ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ പോലീസുമായി നേർക്കുനേരെത്തുന്ന ഘട്ടത്തിലാണ് വലിയ തോതിൽ പ്രവർത്തകർ പ്രകോപനത്തിലാകുന്നത്. അത്രയും ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ മറ്റും നശിപ്പിക്കുന്നതിലേക്കും മറ്റും കടക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പോലീസ് സന്നാഹം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വലിയൊരു സംഘർഷാവസ്ഥ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിലനിൽക്കുന്നു. റോഡ് പോലീസ് പൂർണ്ണമായും ഗതാഗതം തടഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വാഹനങ്ങൾ കടത്തി വരുന്നില്ല. രാത്രിയാണ്, അധികം വാഹനങ്ങളില്ല. പക്ഷേ എങ്കിൽ പോലും റോഡ് ഗതാഗതം പോലീസ് തടഞ്ഞിട്ടുണ്ട്. 100-ലധികം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് നിലവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പരിസരത്തുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലും യുവാക്കളും മറ്റുമാണ്. എന്തായാലും പ്രതിഷേധം തുടരാനാണ് ഇവരുടെ ഒരു തീരുമാനം. ഇപ്പോൾ ഏകദേശം സ്ഥിതി ശാന്തമായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നുണ്ട്. സമരപ്പന്തലിലേക്കാണ് അവർ പോകുന്നത്. എന്തായാലും ഈ രാത്രിയിലും പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പറയുന്നത്. ഗോകുൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കോതമംഗലത്തുണ്ടായ പോലീസ് നടപടിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും ഒപ്പം മാത്യു കുഴൽനാടൻ MLA അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. ഈ സംഘടനകളുടെ അധ്യക്ഷയൊക്കെ അവിടെ സത്യാഗ്രഹ നിരാഹാര സമരത്തിലായിരുന്നു. അത് പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലായിരുന്നു. അതിനിടയിലാണ് ഈ കോതമംഗലത്തു നിന്നുള്ള അറസ്റ്റ് വാർത്തയും പോലീസ് നടപടിക്കെതിരെയുള്ള പ്രതിഷേധവും ഉയരുന്നത്. ഏതായാലും അവിടെ തലസ്ഥാനത്ത് സർക്കാർ അനുകൂല ഒപ്പം മുഖ്യമന്ത്രിയുടെയൊക്കെ ചിത്രങ്ങളുള്ള ഫ്ലെക്സ് ബോർഡുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തകർക്കുന്നു. ഇപ്പോൾ തിരികെ പ്രവർത്തകർ ആ സമരപ്പന്തലിലേക്ക്, നിരാഹാര സത്യാഗ്രഹ സമരപ്പന്തലിലേക്ക് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ലിജു ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, സംസ്ഥാന ഉപാധ്യക്ഷനായ അബിൻ വർക്കി തുടങ്ങിയ
നേതാക്കളുടെ കൂടി സാന്നിധ്യത്തിലായിരുന്നു ആ പ്രതിഷേധം. ആ പ്രതിഷേധത്തിലും തിരുവനന്തപുരത്തും പോലീസുമായി ഉന്തുതള്ളുമുണ്ടാകുന്നു. കോതമംഗലത്ത് മാത്യു കുഴൽനാടനെയും ഒപ്പം മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മുഹമ്മദ് ഷിയാസിന്റെ അറസ്റ്റ് നടപടിയിൽ പ്രതിഷേധമുണ്ടാകുന്നു. അതിൽ വാഹനം തടയുന്ന നിലയിലേക്ക് പോയി. പോലീസ് വാഹനം അടിച്ചു തകർത്തു എന്നതാണ് അവിടെ നിന്ന് വരുന്ന വാർത്ത. ഇതേ തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടികൾ അവിടെ ഉണ്ടായി. സമരപ്പന്തലിലേക്ക് കയറി പോലീസ് പ്രവർത്തകരെ മർദ്ദിച്ചു എന്നതാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉള്ള നേതാക്കൾ അവിടെയുണ്ട്. രമേശ് ചെന്നിത്തലയും ഡീൻ കുര്യാക്കോസും എൽദോസ് കുന്നപ്പള്ളി ഉൾപ്പെടെ അവിടെ കോതമംഗലത്ത് സമരവേദിയിൽ തുടരുന്നുണ്ട്. ഉപവാസ സമരം ആരംഭിച്ചത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം, നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ പ്രതിഷേധം നടന്നത്. ഇന്ന് ഇന്ദിരയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അത് പ്രവർത്തകർ ആ മൃതദേഹം തട്ടിയെടുത്തു എന്നതായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചാർജ്. മൃതദേഹത്തോട് അനാദരവ് കാട്ടി, ഒപ്പം സംഘർഷമുണ്ടാക്കി, പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ കേസെടുത്തിരിക്കുന്നത്. പോലീസും മുഹമ്മദ് ഷിയാസും ഉൾപ്പെടെ നേരിട്ട് ഏറ്റുമുട്ടുന്ന കാഴ്ചകളും ഇന്ന് ഉച്ചയ്ക്കും പകലുമൊക്കെ കോതമംഗലത്തു നിന്നും നേരിമംഗലത്തു നിന്നും നമ്മൾ കണ്ടതാണ്. തുടർന്ന് പോലീസ് ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് ഇന്ദിരയുടെ മൃതദേഹം അടങ്ങിയ മൊബൈൽ മോർച്ചറി അവർ ഏറ്റെടുക്കുന്നതും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നതും. ഏതായാലും അതേ തുടർന്നെടുത്ത കേസാണ്. ആ കേസുകളിൽ 3 FIRകൾ ഈ നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു FIR പ്രകാരമാണ് ഇപ്പോഴത്തെ നടപടി. ഇതിൽ മുഹമ്മദ് ഷിയാസിന്റെ എവിടേക്ക് കൊണ്ടുപോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. വിഷ്ണു, വലിയ പ്രതിഷേധം അരങ്ങേറിയ പകലാണ്. അത് കഴിയുമ്പോൾ രാത്രിയും അവിടെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? സമരം അതിന്റെ ഒരു സ്വഭാവം മാറുന്ന നിലയിലേക്ക് പോകുന്നുണ്ടോ കാര്യങ്ങൾ? കൂടുതൽ പ്രവർത്തകർ നിലവിൽ കോതമംഗലത്തെ ഈ സമരപ്പന്തലിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ നിലവിൽ സംഘർഷാവസ്ഥ അയവ് സംഭവിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തി പ്രവർത്തകരെ ശാന്തരാക്കി, കൂടുതൽ പോലീസിനെയും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നിലവിൽ ഒരു സംഘർഷ സാധ്യത ഒരല്പം അയവ് സംഭവിച്ചിട്ടുണ്ട്. നാളെയും ഈ സമരം തുടരും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് മുഹമ്മദ് ഷിയാസിനെ എവിടെയാണുള്ളതെന്ന് അറിയിക്കുക, അതല്ല എങ്കിൽ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. ഈ നിർദ്ദേശങ്ങളെല്ലാം കോൺഗ്രസ് പോലീസിന് മുന്നിൽ വെക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിന് വിഭിന്നമായി പോലീസിന്റെ ഭാഗത്തിന്റെ പ്രവർത്തനം ഉണ്ടായാൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കണ്ടതാണ്, സമാനതകളില്ലാത്ത രീതിയിലൊരു പ്രതിഷേധമാണ് ഇന്ന് ഉച്ചയ്ക്ക് കുറെ നാളുകൾക്ക് ശേഷം എറണാകുളത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്ന് ഈ സംഭവിച്ചിരിക്കുന്ന അറസ്റ്റ്. പോലീസുകാരെ ഉൾപ്പെടെ DCC പ്രസിഡന്റിന്റെയും MLA-യുടെയും അതോടൊപ്പം MP-യുടെയും നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന പ്രധാന. ഏതായാലും ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ തത്സമയം ചേരുന്നുണ്ട്. ജയശങ്കർ, എന്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിലവിലത്തെ സാഹചര്യം? ഗോകുൽ, നിലവിൽ ഇവിടെ സ്ഥിതി ശാന്തമായിട്ടുണ്ട്. പ്രവർത്തകരെല്ലാം തന്നെ പിരിഞ്ഞുപോയി സമരപ്പന്തലിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിരാഹാരം സമരമാണ് യുവജന സംഘടനകളുടെ കോൺഗ്രസിന്റെ. എന്തായാലും ഇവിടെ മുതിർന്ന നേതാക്കളെ M. ലിജു ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഇവർ നിലവിൽ സമാധാനപരമാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ ഒരു പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ് സെക്രട്ടേറിയറ്റിന് മുൻഭാഗം കിടക്കുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ ഒരു സംഘർഷം കഴിഞ്ഞ കുറച്ച് മിനിറ്റുകളിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായി. എന്തായാലും നിലവിൽ പ്രവർത്തകർ ശാന്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണത്തിലേക്ക് കടക്കാം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് M. ലിജു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലിജോടാ, എറണാകുളത്തുണ്ടായത് അങ്ങേയറ്റം ഒരു ഭരണകൂട ഭീകരതയാണ്. സമരം ചെയ്ത ഒരു ജനകീയ വിഷയത്തിൽ ഒരു കാട്ടാന ഒരു സഹോദരിയെ ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് അവരുടെ കുടുംബത്തിന് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനാണ് മുഹമ്മദ് ഷിയാസിനെയും മാത്യു കുഴൽനാടനെയും സമരപ്പന്തലിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ, പ്രത്യേകിച്ച് മാത്യു കുഴൽനാടനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ വ്യക്തിവൈരാഗ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു കൃത്യമായ ഒരു പ്രതികാര നടപടിയായിട്ടാണ് ഞങ്ങളിതിനെ കണക്കാക്കുന്നത്. ഇവിടെ ഇപ്പൊ സമരം ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, KSU സംസ്ഥാന പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. ഇവരെ ഒരു ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥിന് നീതി ലഭിക്കാൻ വേണ്ടി സമരം ചെയ്യുകയാണ്. ഇവിടെ അവർ പ്രതിഷേധിക്കുക എന്നത് സ്വാഭാവികവുമാണ്. അപ്പൊ അതിനെല്ലാം പോലീസിനെ കൊണ്ട് അടിച്ചമർത്താമെന്നും ഏവരെയും അറസ്റ്റ് ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ്. കോൺഗ്രസിന്റെ എല്ലാ പിന്തുണയും ഈ സമരങ്ങൾക്കുണ്ട്. മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്ത് എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് കണ്ടെത്താനായിട്ടുണ്ടോ, അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇതുവരെ ഞങ്ങൾക്ക് അത്തരം വിവരം ലഭിച്ചിട്ടില്ല. മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്ത് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമരപ്പന്തൽ വെച്ച് തന്നെ അവരെ മർദ്ദിച്ചു എന്നാണ്.
വലിച്ചഴച്ചുകൊണ്ടാണ് പോലീസ് ജീപ്പിലേക്ക് കയറ്റിയത്. അപ്പോൾ അതൊന്നും അങ്ങനെ ഭീഷണിപ്പെടുത്തി അവസാനിപ്പിക്കാമെന്ന് ഈ ഗവൺമെന്റ് കരുതണ്ട. കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ മർദ്ദിച്ചു. അവരെവിടെയാണെന്ന് നിലവിൽ അറിയാത്ത സാഹചര്യമെന്നാണ് M. ലിജു പറയുന്നത്. നമ്മോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചേരുന്നുണ്ട്. സമരങ്ങൾക്കെതിരെ സർക്കാർ വലിയൊരു അസഹിഷ്ണുത കാണിക്കുകയാണ്. സമരപ്പന്തൽ കയറി അറസ്റ്റ് ചെയ്യുന്ന ഒരു ജനകീയ സമരം നടക്കുന്നതിനിടയിൽ. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ക്ലിഫ് ഹൗസിൽ അയാളുടെ വസ്ത്രങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഏതോ മരപ്പട്ടി കയറിയിട്ടുണ്ട്. പിണറായി വിജയന് കഴിയുമെങ്കിൽ ആ മരപ്പട്ടിയെ കൈയോടെ പിടികൂടി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിക്കണം. കാരണം എന്തായാലും വിജയനേക്കാൾ സെൻസിബിളായിട്ടായിരിക്കും മരപ്പട്ടി പ്രവർത്തിക്കുക എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കുമുണ്ട്. എന്താ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ വളരെ സെൻസിബിളായിട്ടുള്ളൊരു ഇഷ്യൂ, സെൻസേഷണലായിട്ടുള്ളൊരു ഇഷ്യൂ, ആളുകളുടെ ജീവനെ ബാധിക്കുന്ന ഒരു വിഷയം. ആ വിഷയത്തിൽ 3-4 ജനപ്രതിനിധികൾ, ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസ്, മൂവാറ്റുപുഴയുടെ MLA മാത്യു കുഴൽനാടൻ, എൽദോസ് കുന്നപ്പള്ളി, മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള ആളുകൾ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങി ഒരു സാധു സ്ത്രീയെ ചവിട്ടിക്കൊന്നു. ആ വിഷയത്തിൽ പ്രതിഷേധിക്കണ്ടേ? ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണ്ടേ? ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ, മാത്യു കുഴൽനാടനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ചേതോവികാരം നമുക്കറിയില്ലേ? നിയമസഭയ്ക്ക് അകത്തും പുറത്തും വിജയനെ വെള്ളം കുടിപ്പിക്കുന്നതിന് ഇങ്ങനെയല്ല തീർക്കേണ്ടത്. മുഹമ്മദ് ഷിയാസ് നിരന്തരമായി പരിപാടികൾ സർക്കാരിനെതിരായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുകയാണ്. എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നില്ല. അതിനുശേഷം ഇവിടെ വളരെ സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ, ഇവിടെ ഞങ്ങൾ നിരാഹാര സമരമല്ലേ ഇരിക്കുന്നത്, ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നേരെ പിണറായി വിജയന്റെ പോലീസ് കയ്യൂക്കം കയ്യേറ്റം നടത്തുകയാണ്. ക്യാമറകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പ്രവർത്തകരെ കൈവയ്ക്കാൻ നോക്കുകയാണ്. അപ്പൊ എന്താ, ഞങ്ങൾ നിരാഹാരം ഇരിക്കുന്ന ആളുകൾ ഇതുപോലെ ഞങ്ങളങ്ങ് ഇരിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഞങ്ങളിവിടെ നിരാഹാരം ഇരിക്കുക, മരിച്ചുപോയി മൃതശരീരമായിട്ടിരിക്കുകയല്ല. ഗോകുൽ, പ്രതിപക്ഷ നേതാവ് നിലവിൽ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ആളുകളെ ആക്രമിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിലേക്ക് പ്രതിപക്ഷ നേതാവ് കൂടി എത്തുന്നു. അല്പം മുമ്പാണ് അവിടെ വലിയ പ്രതിഷേധം നടന്നത്. പോലീസുമായി ഉണ്ടായിരുന്നു. നമ്മുടെ പ്രവർത്തകരെ അവരെ ക്യാമറ യൂണിറ്റുകളില്ലായിരുന്നു, ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോകുക, ഇടിക്കാൻ നോക്കുക, ഫൈറ്റിന് കുത്തുക. അപ്പൊ ഈ സമരപന്തലിൽ ഇവിടെ ആകെ ഈ രാത്രിയാണ് നമ്മളൊരു സമരം, വലിയ സമരം ചെയ്യാനല്ലോ ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് പോലീസ് ബോധപൂർവ്വം പ്രകോപനം ഉണ്ടാക്കി. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ സൈഡിൽ മൊത്തം ആളുകൾ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങോട്ടുള്ള ഈ പാത്തിലെ വണ്ടികൾ ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പുറത്തെ മെയിൻ റോഡുണ്ട്, അവർ ഇതുവഴി വണ്ടി കയറ്റി വിടുന്നു. ഒരാൾ വണ്ടി ഇടിക്കേണ്ടതായിരുന്നു. അപ്പോൾ സമരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതിപ്പോ നേര്യമംഗലത്ത് ഒരു സ്ത്രീയെ ചവിട്ടിക്കൊന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വനാതിർത്തികളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ചവിട്ടിക്കൊല്ലുകയും അവരുടെ കൃഷിഭൂമികൾ തകർക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇങ്ങനൊരു ഗവൺമെന്റ് കേരളത്തിലുണ്ടോ? നിഷ്ക്രിയമായിരിക്കുകയാണ്. ഒരു ഹ്രസ്വകാല പരിപാടിയില്ല, ദീർഘകാല പരിപാടിയില്ല. ഞങ്ങൾ വയനാട് ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഉണ്ടായി. അതേ പ്രതിഷേധം നേര്യമംഗലത്തുണ്ടായി. പക്ഷേ സർക്കാരിന്റെ സമീപനം എന്താ? സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധം അടിച്ചമർത്താൻ നോക്കിയാണ്. അല്ലാതെ ഈ വനാതിർത്തികളിലുള്ള ഈ സംഘർഷം പരിഹരിക്കാനല്ല ശ്രമിക്കുന്നത്. അവിടെ ജനങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കും, ജനപ്രതിനിധികൾ നിൽക്കും. DCC പ്രസിഡന്റിനെ, എറണാകുളം ജില്ലാ പ്രസിഡന്റിനെ, മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് എവിടെയാണെന്ന് പോലും ആരും പറയുന്നില്ല. ഷിയാസിന്റെ ദേഹത്ത് ഒരു പൊടി മണ്ണ് വീണാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട. എവിടെയെങ്കിലും കൊണ്ടുപോയി അയാളെ ആക്രമിക്കാം എന്ന് കരുതിയാൽ തെറ്റാണ്. പിന്നെ ഞങ്ങളെല്ലാം അടിക്കേണ്ടി വരും, ഇതുകൊണ്ട് തീരില്ല. ഇയാൾ പോലീസിനെ കൊണ്ടും ക്രിമിനലുകളെ കൊണ്ടും കേരളത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. ക്രിമിനലുകളെ ഇറക്കിവിട്ടാണ് ആ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും KSU പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റും സമരത്തിലാണ്, നിരാഹാര സത്യാഗ്രഹം. ഈ പാതിരാത്രിക്ക് ഇവിടെ വന്ന് ഈ പോലീസിനെ, നൂറുകണക്കിന് പോലീസുകാരെ കൊണ്ടുവന്ന് ഇവിടെ ബഹളമുണ്ടാക്കി ഈ സമരം തീർക്കാമെന്നാണ് നിങ്ങളുടെ വിചാരം? നിങ്ങൾക്ക് തെറ്റുപറ്റി പിണറായി വിജയൻ. നിങ്ങൾക്ക് ഇനി ഉറങ്ങാൻ കഴിയില്ല. ഉറങ്ങാൻ കഴിയാത്ത സമരമാണ് കേരളത്തിൽ ഉണ്ടാകാൻ കഴിയുന്നത്. നിങ്ങളുടെ ഈ പോലീസിനൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഈ പോലീസ് തോറ്റ് പിന്മാറേണ്ടി വരും. അതുപോലെയാണ് ജനരോഷം കേരളത്തിൽ നിൽക്കുന്നത്. സമരം തകർക്കാൻ ശ്രമിച്ചാൽ
സമരത്തിന്റെ കൂടെ ഞങ്ങളുണ്ടാവും. മുഹമ്മദ് ഷിയാസിനും അറസ്റ്റ് ചെയ്യപ്പെട്ട മാത്യു കുഴൽനാടനും എന്തെങ്കിലും സംഭവിച്ചാൽ, അവരുടെ ദേഹത്തൊരു പൊടി മണ്ണ് വീണാൽ, ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ കൈ അവരുടെ മീതെ വീണാൽ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കും. നിങ്ങളെ കൊണ്ട്, പിണറായി വിജയനെ കൊണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട്. നിങ്ങളത് മറക്കണ്ട. രാവിലെ 9 മണിക്ക് നമുക്ക് കാണാം എറണാകുളത്ത്. നമുക്ക് കാണാം അവിടെ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് കാണാം. ഇവിടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നത്. ഒരു കുഞ്ഞിനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട്, ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയിട്ട് നിങ്ങളുടെ നാവ് പൊങ്ങിയില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ നാവ് പൊങ്ങിയ ഇതുവരെ നാവ് പൊങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് അഭിപ്രായം പോലും ഇല്ല. നിങ്ങൾ മൗനത്തിന്റെ മാളങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഒളിക്കും, നിങ്ങൾക്ക് സൗകര്യമില്ലാത്ത കാര്യം വരുമ്പോൾ. എന്നിട്ട് സമരത്തെ അടിച്ചമർത്താൻ നിങ്ങൾ നോക്കുകയാണ്. ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറിയെ നിങ്ങൾ വയനാട്ടിൽ വിട്ടിട്ട് ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണ്. KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും മഹിളാ കോൺഗ്രസിനെയും. വലിയ ക്രിമിനലാണ് ആ വയനാട് ജില്ലാ സെക്രട്ടറി CPMന്റെ. അവൻ പണ്ട് ആളെ വിട്ടിട്ടാണ് ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു കയർത്തത്. അന്ന് ഞങ്ങൾ നുള്ളി വച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ കുട്ടികൾ, ഈ SFIക്കാരെ കൊണ്ട് ഈ തോന്നിയാസം കാണിക്കുകയും അതിന് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു ക്രിമിനലായ വയനാട് ജില്ലാ സെക്രട്ടറി ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇയാൾക്ക് പുറത്തു വന്ന്, നിങ്ങൾക്ക് പുറത്തു വന്ന് നാട്ടുകാരോടൊന്ന് പറയാൻ പാടില്ലേ എന്താണ് ആ കൊച്ചിന് പറ്റിയെന്ന്? അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. മനസ്സിലായല്ലോ? നമുക്ക് കാണാം. ഇനി കേരളം കാണാൻ പോകുന്ന സമരം നമുക്ക് കാണാം. ഈ സമരത്തെയോ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാളുടെയെങ്കിലും നിങ്ങൾ പോലീസിനെ വിട്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ നേരിട്ടോളാം, ഞങ്ങൾ കണ്ടോളാം. സമാധാനപരമായിട്ടാണ് സമരം നടക്കുന്നത്. അതിൽ നിന്ന് ഞങ്ങളെ മാറ്റാൻ നോക്കണ്ട. എത്ര വലിയ, ഇതിനേക്കാൾ വലിയ അടിച്ചമർത്തലിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാ കാലത്തും നിങ്ങളുടെയൊക്കെ ഭരണത്തിൽ. അതിനെല്ലാം അതിജീവിച്ച് ഞങ്ങൾ പുറത്തു വരും. ഒരു സംശയവും വേണ്ട. ഈ സമരങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. അത് ഇവിടെ അനിശ്ചിതകാല നിരാഹാര സമരം 3 പ്രധാനപ്പെട്ട സംഘടനകൾ നടത്തുകയാണ്. അതിന്റെ പ്രതികരണം കേരളത്തിലെ മറ്റു 13 ജില്ലകളിൽ ഉണ്ടാവും. അവർ കാത്തിരുന്ന് കാണട്ടെ എന്താ നടക്കാൻ പോകുന്നതെന്ന്. അതെല്ലാം ഇവർ ഈ സംഭവം മറച്ചു വയ്ക്കണം. സിദ്ധാർത്ഥിന്റെ ഈ കൊലപാതകം CPMന്റെ ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം അഴിഞ്ഞാടിയ ക്രിമിനലുകൾ നടത്തിയ ഈ കൊലപാതകം മറച്ചു വെക്കാൻ വേണ്ടി വേറൊരു കേസ് എറണാകുളത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? വേറൊരു കേസ്. അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ഇതിന്റെ ശ്രദ്ധയിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവിടുത്തെ സമരം വേറെ, ഇത് വേറെ. ഇതിനെ ഒന്നും തകർക്കാൻ പറ്റില്ല. CBI അന്വേഷണത്തിന് വിട്ടാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ ജയിലിൽ പോകും. CBI അന്വേഷണം തീരുമാനിക്കുന്നത് വരെ ഈ സമരം തുടരും. നമുക്ക് കാണാം. ഒരു അർദ്ധരാത്രി MLA, DCC പ്രസിഡന്റ്, പ്രധാനപ്പെട്ട ഭാരവാഹികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. എവിടെയാണെന്ന് പോലും അറിയില്ല എന്നാണ്. 33 വർഷക്കാലത്തെ CPM ഭരണം ബംഗാളിൽ അവസാനിക്കാൻ നേരത്തെ ഇത് തന്നെയായിരുന്നു പണി. ബംഗാളിലെ ഭരണകൂടത്തിന്റെ ഇയാളുടെ അവസാനത്തിന്റെയും കേരളത്തിലെ CPMന്റെയും അവസാനത്തിന്റെ തുടക്കമാണ് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നത്. കാണാം. തീർച്ചയായിട്ടും ഇതിന്റെയൊക്കെ പ്രതിഷേധം, സ്വാഭാവികമായ പ്രതിഷേധം കേരളം മുഴുവൻ ഉണ്ടാവും. സംശയമല്ലോ ഉണ്ട്. അത് അയാൾക്ക് പേടിയാണല്ലോ. കാരണം എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണ്. ഞാൻ കണ്ട ഏറ്റവും വലിയ ഭീരു, എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ഭീരു ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മനസ്സിലായില്ല? ഞങ്ങൾ അങ്ങോട്ടൊന്നും വരുന്നില്ല. അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുകയില്ല. ഞാൻ ധൈര്യം തരാം എല്ലാവർക്കും വേണ്ടിയിട്ട്. പേടിക്കൊന്നും വേണ്ട. പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒപ്പം മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ നിരാഹാര സത്യാഗ്രഹം ഒരുക്കുന്ന പന്തലിലാണ് ഇപ്പോൾ എത്തിയത്. അവിടെ പോലീസുമായി പ്രവർത്തകരും പോലീസും തമ്മിലൊരു ഉന്തുന്തലമുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. തുടർ സമരങ്ങൾ ഉണ്ടാകും. അത് 2 നിലയ്ക്കും. പൂക്കോട് കലാലയത്തിൽ സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടതിലുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് കോതമംഗലത്തുണ്ടായ പോലീസ് നടപടിയിലും നാളെ പ്രതിഷേധമുണ്ടാകും. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമെന്ന സൂചനയാണ് VD സതീശൻ നൽകുന്നത്. ഒപ്പം ഈ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗമുണ്ടായാൽ, മുഹമ്മദ് ഷിയാസിന്റെ
ദേഹത്ത് ഒരു തരി മണ്ണ് വീണാൽ, എന്തെങ്കിലും തരത്തിലുള്ള ആരെങ്കിലും കൈവച്ചാൽ അത് ഗുരുതര പ്രത്യാഘാതമുണ്ടാകും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. അത് പൂക്കോട് കലാലയത്തിൽ വെറ്റിനറി സർവകലാശാല കോളേജിലുണ്ടായ സംഘർഷം, ആ മർദ്ദനത്തെ തുടർന്നുണ്ടായ മരണം, ഇതിലൊക്കെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടി നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ എന്ന് ആരോപിക്കുന്നു. ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടി തിരുവനന്തപുരത്തെ ആ സമരപ്പന്തലിലേക്ക് എത്തുന്നതും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഏതായാലും പ്രതിപക്ഷ നേതാവ് ആ സമരപ്പന്തലിലേക്ക് എത്തുന്നു. ഒരു പോലീസും സംവിധാനവും ഈ നിരാഹാരം കിടക്കുന്നിടത്തുള്ള പ്രശ്നം എന്താ പറഞ്ഞു ഞാൻ പരിഹരിച്ചത്. ഇങ്ങനെ ഒരു വലിയ അതോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും പോലീസ് വന്ന് ഇവിടെ പ്രൊവോക്ക് ചെയ്യേണ്ട എന്താ പ്രശ്നം? വേറെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ വന്ന് ഇവരെ പ്രൊവോക്ക് ചെയ്യും. പ്രതിപക്ഷ നേതാവ് പോലീസ് ഉദ്യോഗസ്ഥരുമായും സംസാരിക്കുകയായിരുന്നു. പ്രകോപനമുണ്ടാകരുത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് പോലീസിനോട് ആവശ്യപ്പെടുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള നിരാഹാര സത്യാഗ്രഹമാണ്. അത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരാഹാര സത്യാഗ്രഹ സമരമാണ് അവിടെ നടക്കുന്നത്. മറുവശത്ത് കോതമംഗലത്തെ സമരപ്പന്തലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഡീൻ കുര്യാക്കോസ് ഉണ്ട്, ഒപ്പം രമേശ് ചെന്നിത്തലയുണ്ട്, മുതിർന്ന നേതാക്കളുണ്ട്. അവിടെ എബിൻ ജോസ് ചേരുന്നുണ്ട്. എബിൻ, രാത്രി വൈകിയ വേളയിൽ അർദ്ധരാത്രിക്കപ്പുറവും ആ സമരവും പ്രതിഷേധവും അതേ നിലയിൽ തുടരുകയാണോ? കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഗോകുൽ. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണത്തിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഈ കാര്യത്തിൽ ഒരു നിലപാട് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സമരം തുടരാനാണോ തീരുമാനം? അല്ല, സമരം തുടരുകയാണ്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ അകാരണമായി പോലീസ് ഭീകരമായി ലാത്തിച്ചാർജ് ചെയ്തു. എൽദോസ് കുന്നപ്പള്ളിയും മാത്യു കൊല്ലനാടും ഇവിടെ സത്യാഗ്രഹിക്കുകയാണ്. ഞാനും MPയും ഇടുക്കി DC പ്രസിഡന്റും കൂടി റോയ്ക്കെ പോലോസ് ഞങ്ങള് ആ വീട്ടിൽ പോയി, ഇന്ദിര എന്ന് പറയുന്ന യുവതി മരിച്ച വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയം ഉണ്ടായുള്ളൂ. എന്ത് കാരണമാണ് ഇവിടെ DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നു? മുഴുവൻ പ്രവർത്തകരെയും പോലീസ് ഭീകരമായി മർദ്ദിക്കുന്നു. 18ഓളം പ്രവർത്തകരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി. മജിസ്ട്രേറ്റിന് തന്നെ ബോധ്യപ്പെട്ടു, ജാമ്യം കൊടുത്തു വിട്ടു. എന്ത് തെറ്റായ നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്? ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല. ഇത് ജനവികാരത്തെ അടിച്ചമർത്താനുള്ള നീക്കമാണ്, പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കമാണ്. അതുകൊണ്ട് ഈ ലാത്തിചാർജ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരാരാണെന്നറിയണം. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഞങ്ങളുടെ ജനപ്രതിനിധികളെ നിയമപരമായി അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങൾ എതിരല്ല. പക്ഷെ അവരെ മർദ്ദിക്കുകയും അവരെ അകാരണമായി തടങ്കിൽ വെക്കുകയും ചെയ്യുന്നതിനോട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇത് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. സമരം കേരളം വ്യാപകമായിട്ട് സമരം നടത്തും. ഇവിടെ നടക്കുന്ന സമരത്തിന്റെ പ്രതികരണം എല്ലാ ജില്ലയിലും ഉണ്ടാവും. എല്ലാം വലിയ സമരം നടക്കും. വിവിധ വിഷയങ്ങൾ ഉയർത്തി സർക്കാർ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ട്. പൂക്കോട് സാമ്പത്തിക പ്രതിസന്ധി, അതിനെ തുടർച്ചയായിട്ടുള്ള ഇതൊക്കെ വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ നേര്യമംഗലത്ത് വലിയ സീനുണ്ടാക്കിയത്. ശമ്പളം കൊടുക്കാൻ പൈസയില്ലാത്ത സർക്കാർ, സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ മിണ്ടാൻ പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. ഇതുപോലെ ഒരു വാക്ക് പോലും പറയാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ഞങ്ങൾ അതിൻ്റെതായ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയെന്നാ പറഞ്ഞത്. നമുക്ക് നോക്കാം.